എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. ജോർജ് സ്റ്റീഫൻസണിൻ്റെ ക്രഷർ ഐലൻഡ് എന്ന നോവലിൻ്റെ 8-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. പെട്ടെന്നു തന്നെ ഞാൻ പോക്കറ്റിൽ കുറേ ബിസ്ക്കറ്റും തിരികെ മറ്റുള്ളവർ തിരക്കിട്ട ജോലി ചെയ്യുമ്പോൾ ആരും കാണാതെ തോക്കുമെടുത്ത് പതുക്കെ അവിടെ നിന്നും മുങ്ങി. എന്നിട്ട് ഒരു തടിവഞ്ചിയിൽ കപ്പലിന് നേരെ തുഴഞ്ഞു. കപ്പലിൽ 2 കൊള്ളക്കാരാണുണ്ടായിരുന്നത്. അവർ വളരെ ഗൗരവമായി എന്തോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശബ്ദം നന്നായി ഉയർന്നു കേട്ടു. അവർ മദ്യലഹരിയിലാണെന്ന് എനിക്ക് മനസ്സിലായി. അവർ അന്യോന്യം ചാടി വീണു. അവർ പരസ്പരം പോരാടാൻ തുടങ്ങി. 2 കൊള്ളക്കാരും ഉറങ്ങിക്കഴിയുമ്പോൾ കപ്പലിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാമെന്ന് തീരുമാനിച്ച ഞാൻ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പോരാട്ടത്തിനൊടുവിൽ ഒരാൾ മറ്റേയാളെ കൊന്നുവെന്ന് ഉണർന്നു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കി. ഇസ്രായേൽ ഹാൻസ് എന്ന കൊള്ളക്കാരൻ എന്നെ കൊല്ലാനായി കത്തി ഉയർത്തി. അതോടെ ഞാൻ തോക്കെടുക്കാൻ നിർബന്ധിതനായി. ഒരു ആർത്തനാദത്തോടെ അയാൾ കടലിൽ പതിച്ചു. അല്പനേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ കപ്പലിൻ്റെ ഡെക്കിലേക്ക് കയറി. കപ്പൽ കൊള്ളക്കാരുടെ നിയന്ത്രണത്തിൽ അത് അല്ലാതായി മാറി. അത് എൻ്റെയും സുഹൃത്തുക്കളുടെയും വമ്പിച്ച വിജയമായിരുന്നു. കാരണം കപ്പലിപ്പോൾ എൻ്റെ നിയന്ത്രണത്തിലാണ്. വൻ വിപത്ത്. വേലിയേറ്റം മൂലം കപ്പൽ തീരത്തേക്ക് അടുത്ത് കയറിയിരുന്നു. കപ്പൽ പായ താഴ്ത്തി കാറ്റ് കപ്പലിനെ തിരികെ വെള്ളത്തിലേക്ക് ഒഴുക്കിവിടുകയില്ലെന്ന് ഞാൻ ഉറപ്പുവരുത്തി. എന്നിട്ട് കപ്പലിൻ്റെ വശത്തുകൂടെ അരയൊപ്പം വെള്ളത്തിലേക്ക് ചാടി തീരത്തെത്തി. ഊർജ്ജസ്വലതയോടെ മരവീട്ടിലേക്ക് വെച്ചുപിടിച്ചു. ഞാൻ അവിടെ എത്തിയപ്പോൾ നേരം നന്നേ ഇരുട്ടിയിരുന്നു. ചന്ദ്രൻ മാനത്ത് ഉയർന്നു കഴിഞ്ഞിരുന്നു. രഹസ്യമായി ഞാൻ മരവീടിൻ്റെ വേലിക്കരിയിലെത്തി. വാതിൽക്കലെത്തി ലോഗ് ഹൗസിൻ്റെ ഇരുളിലേക്ക് 2 ചുവടുകൾ വെച്ചതേയുള്ളൂ. അപ്പോഴേക്കും ചെവി തുളയ്ക്കുന്ന ഒരു ആക്രോശം കേട്ടു. അത് കേൾക്കെ ഞാൻ കുതിച്ചു ചാടിപ്പോയി. 8 ഭാഗങ്ങൾ സിൽവറിൻ്റെ തത്തയായിരുന്നു അത്. സിൽവറും കൂട്ടരും. എൻ്റെ മനസ്സ് അലറി വിളിച്ചു. അവരെങ്ങനെ ഇവിടെ വന്നു? എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ? എല്ലാവരും മരിച്ചു. കൊള്ളക്കാരുടെ കൈകളാൽ അവർ എല്ലാവരും മരിച്ചുവോ? കൊള്ളക്കാരൊക്കെ തത്തയുടെ ശബ്ദം കേട്ടുണർന്നു. സിൽവറും അയാളുടെ 6 അനുയായികളും എന്നെ പിടികൂടി. ജിം, നീ എന്തിന് ഇവിടെ വന്നോ? സിൽവർ ചോദിച്ചു. ഞങ്ങളോടൊപ്പം ചേരാൻ വന്നതാണോ? പറയൂ, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പറയൂ. എൻ്റെ കൂട്ടുകാർക്ക് എന്ത് സംഭവിച്ചു? ഞാൻ പതുക്കെ ചോദിച്ചു. ഇന്നലെ വിചിത്രമായൊരു കാര്യം സംഭവിച്ചു. ഡോക്ടർ ലൂസി മരവീടും അതിലെ സാധനങ്ങളും ഞങ്ങൾക്ക് തന്നു, സിൽവർ പറഞ്ഞു. പകരം അവർ ആഗ്രഹിക്കുന്നിടത്തേക്ക് സുരക്ഷിതമായ ഒരു യാത്രയാണ് ആവശ്യപ്പെട്ടത്. ഞാൻ നിന്നെപ്പറ്റി ചോദിച്ചു. നന്ദിയില്ലാത്ത ഒരു തെമ്മാടിയെപ്പറ്റി ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നേയില്ല എന്നാണ് ഡോക്ടർ ലൂസി പറഞ്ഞത്. അയാൾക്ക് നിന്നെ കാണുകയേ വേണ്ടത്രേ. എൻ്റെ കൂട്ടുകാർ ജീവനോടെ സുരക്ഷിതരായി ഇരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. സിൽവറുടെ അനുയായികൾ മുറുമുറുക്കാൻ തുടങ്ങി. ആപ്പിൾ വീപ്പയിലിരുന്ന് അവരുടെ രഹസ്യം കേട്ട ഞാൻ ആ വിവരം ഡോക്ടറോടും മറ്റും അറിഞ്ഞതോടെ അവർ കൂടുതൽ ക്രുദ്ധരായി. അവനെ കൊല്ലുക, അവരിലൊരാൾ വിളിച്ചു പറഞ്ഞു. അവനെ ശിക്ഷിക്കൂ, അവനെ കൊല്ലൂ, മറ്റൊരാൾ ഉറക്കെ പറയുന്നു. മരണം തന്നെ ആ കൊച്ചു ചെകുത്താന്, മൂന്നാമൻ പറഞ്ഞു. സിൽവർ കൈ ഉയർത്തി അത് തടസ്സപ്പെടുത്തി. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തു പോകണം. ഞാൻ ജിമ്മിനോടൊന്ന് സംസാരിച്ചിട്ട് വിളിക്കാം. ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നതിനൊന്നും ശ്രമിക്കരുത്. എല്ലാവരും പുറത്തേക്ക് പോയി. ജിം, നീ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. ഞാൻ എന്തിന് നിന്നെ കരുണ കാണിക്കണം? നിൻ്റെ ജീവൻ ഞാൻ എന്തിന് രക്ഷിക്കണം? എന്നോട് കരുണ കാണിക്കണ്ട. മരിക്കാൻ എനിക്ക് പേടിയുമില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ജീവൻ രക്ഷിക്കുകയാണെങ്കിൽ വധശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം. നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം, ഞാൻ പറഞ്ഞു. സിൽവർ തൻ്റെ അനുയായികളെ വിളിച്ചിട്ട് പറഞ്ഞു. ജിം നമ്മുടെ തുറപ്പിച്ചിട്ടായിരിക്കും. അവൻ്റെ കൂട്ടുകാരുടെ കൈകളിലെങ്ങാനും നാം പെട്ടുപോയാൽ ജിമ്മിൻ്റെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി നമുക്കെപ്പോഴും അവരെ ജയിക്കാം. ഈ സമയത്ത് 2 പേർ സമ്മതപൂർവ്വം തലയാട്ടി. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ 9-ാം അധ്യായം നമുക്ക് നാളെ ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി.